നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയുടെ തമ്പനയിലും ടൈറ്റിലും എല്ലാം കണ്ടപ്പോൾ നമുക്ക് സംഭവം മനസ്സിലാക്കി കാണാം എന്താണ് ഈ വീഡിയോക്കകത്തോടെ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നൈസായിട്ട് വീഡിയോ തുടങ്ങാം. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് കാലം മുമ്പ് വരെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് QR കോഡ് സ്കാനർ, ബാർ കോഡ് സ്കാനർ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആപ്ലിക്കേഷൻ നമ്മളിങ്ങനെ യൂസ് ചെയ്യാറുണ്ടാകും. അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ ഒരു ഫോട്ടോ എടുത്തിട്ട് അതിനകത്തുനിന്ന് ഹോംവർക്കിൻ്റെ ഉത്തരങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാത്തിനും കൂടെ ഒരൊറ്റ ആപ്ലിക്കേഷൻ മതി. ഏതിനും ഗൂഗിൾ ലെൻസ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ നമുക്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് നമ്മൾ എന്ത് വീഡിയോ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കിടക്കാച്ചി ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് എന്തൊരു കാര്യത്തിനും ഈ ഒരു ഗൂഗിൾ ലെൻസിനെ നമുക്ക് ആശ്രയിക്കാനായിട്ട് സാധിക്കും. ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യണം. പക്ഷേ ഗൂഗിൾ ലെൻസിലാണെങ്കിൽ ജസ്റ്റ് ഒരു ഫോട്ടോ കൊണ്ട് നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഗൂഗിൾ ലെൻസിൻ്റെ വിവിധങ്ങളായ പല ഫീച്ചേഴ്സിനെ പറ്റിയും ആ ഒരു ആപ്ലിക്കേഷൻ അങ്ങനെ എടുക്കാം എന്നുള്ളതാണ് നമ്മൾ എന്ത് വീഡിയോ കൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ QR കോഡുകളുടെ കാര്യം പറയുകയാണെങ്കിൽ നേരത്തെ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്ന പോലെ തന്നെ ചില ഫോണിൽ സ്റ്റോക്ക് ക്യാമറകളിലും QR കോഡ് സ്കാനർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഐഫോണിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ക്യാമറ എടുത്ത് ഒരു QR കോഡ് ഫോട്ടോ എടുക്കുന്ന അവിടെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഗൂഗിൾ ലെൻസിൽ നമുക്ക് QR കോഡ് മാത്രമല്ല, ഏതൊരു ഫോട്ടോയിൽ നമുക്ക് ആവശ്യമുള്ള എന്തൊരു വസ്തുവും നമുക്ക് സ്കാൻ ചെയ്ത് ടെക്സ്റ്റ് ആണെങ്കിൽ കോപ്പി ചെയ്യാനും എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്കുകൾ കിട്ടാനും ഒക്കെ നമുക്ക് ഗൂഗിൾ ലെൻസ് ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏതൊരു ഫോട്ടോയ്ക്കകത്ത് നമുക്ക് സ്കാൻ ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു ഫോട്ടോയ്ക്കകത്ത് എന്തൊക്കെയുണ്ട്, അല്ലെങ്കിൽ ബേസിക്കായിട്ട് നമുക്ക് അതിനകത്ത് എന്തൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളത് ഗൂഗിൾ ലെൻസ് നമുക്ക് കാണിച്ചു തരും. ആ ഒരു ഫോട്ടോയ്ക്കകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും സ്കാൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഫോട്ടോ, നമുക്കൊരു ഗൂഗിൾ ലെൻസ് നമുക്ക് നേരിട്ടൊരു ഫോട്ടോ എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലുള്ളൊരു ഫോട്ടോ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് സ്കാൻ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്കിപ്പോൾ ആ ഒരു ഫോട്ടോ ഇപ്പോൾ ഗൂഗിൾ ലെൻസ് ഓൺലൈനാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ നെറ്റില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് വെക്കുക. നെറ്റ് വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ നേരത്തെ എടുത്ത് വെച്ച ഫോട്ടോ തന്നെ സ്കാൻ ചെയ്തുകൊണ്ട് അതിൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ സ്കാൻ ചെയ്യാൻ എടുക്കുന്ന സമയത്ത് ഗൂഗിൾ ലെൻസ് ഓപ്പൺ ആക്കിയതിന് ശേഷം സ്കാൻ വിത്ത് ക്യാമറ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ടൊരു ഫോട്ടോ എടുക്കാനും അല്ലെങ്കിൽ താഴെ ഒരുപാട് ഫോട്ടോസ് കൊടുത്തിട്ട് നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസ് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബേസിക്കായിട്ട് നമുക്ക് ആ ഒരു ക്യാമറയുടെ ആ ഒരു ഇതായി ഓണായിട്ട് വരിക. നിങ്ങൾ പുതിയൊരു ഫോട്ടോ ആണ് എടുക്കുന്നെങ്കിൽ അവിടെ നമ്മുടെ ക്യാമറ തന്നെ വർക്കാവും. ക്യാമറ വർക്കായിട്ട് ബേസിക്കായിട്ട് താഴെ ഒരു സെർച്ച് ബട്ടൺ ആയിരിക്കും ഏറ്റവും ആദ്യം ഉണ്ടാവുക. ആ ഒരു സെർച്ച് ബട്ടൺ എന്ന് പറയുന്നത് എല്ലാത്തിനും കൂടെ ഉള്ളതാണ്. അതായത് ആ ഒരു സെർച്ച് ബട്ടൺ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു സെർച്ച് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താതെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു ഫോട്ടോയിലുള്ള എന്തൊരു കാര്യങ്ങളും പ്രത്യേകിച്ച് ഒരു കാറ്റഗറിയും ഇല്ല. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലെല്ലാത്തിൻ്റെയും കൂടി ലിങ്ക് നിങ്ങൾക്ക് ഒറ്റ സെർച്ച് ബട്ടണിൽ നിന്ന് കിട്ടും. ഇതിപ്പോൾ ടെക്സ്റ്റ് ആണെങ്കിലും ശരി, പ്രൊഡക്റ്റ് ആണെങ്കിലും ശരി, എന്തെങ്കിലും സ്ഥലമാണെങ്കിലും ശരി, നമുക്ക് ആ ഒരൊറ്റ സെർച്ച് ബട്ടണിൽ നിന്ന് തന്നെ കിട്ടും. അതല്ലാതെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഫോട്ടോ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തൊരു ഡീറ്റെയിൽ ലഭിക്കും. അതായത് നമുക്ക് ഇപ്പോൾ ഒരു QR കോഡ് സ്കാൻ ചെയ്തു, അല്ലെങ്കിൽ ബാർ കോഡ് സ്കാൻ ചെയ്തു, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് സ്കാൻ ചെയ്തു, അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ ഒരു നീല ഒരു കളർ അവിടെ ഗൂഗിൾ ലെൻസ് തന്നെ കാണിച്ചു തരും. അപ്പോൾ ആ ഒരു നീല കളർ ഞെക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ നമുക്ക് ആവശ്യമുള്ള സാധനം എന്താണോ ആ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തുകൊണ്ടും നമുക്ക് ആ ഒരു ഗൂഗിൾ ലെൻസ് അത് സെർച്ച് നടത്താനായിട്ട് സാധിക്കും. അങ്ങനെ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് താഴെ കുറച്ച് ഡീറ്റെയിൽസ് ഒരു മുകളിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് ആ ഒരു സംഭവത്തെ പറ്റിയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഇങ്ങനെ താഴേക്ക് വരും. അതായത് ആ ഒരു ഫോട്ടോ നമ്മൾ ഏത് ഫോട്ടോ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു ഫോട്ടോയെ ആസ്പദമാക്കിയിട്ടുള്ള ഗൂഗിളിൽ നിന്നുള്ള സെർച്ച് റിസൾട്ട് ആയിരിക്കും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു വിക്സിൻ്റെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ ഒരു വിക്സിൻ്റെ ഫോട്ടോസ്, ഗൂഗിളിലുള്ള ഫോട്ടോസ്, കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ഒരു ഫോട്ടോയിൽ നിന്ന് സംഭവം സ്കാൻ ചെയ്തിരിക്കുന്നത്. QR കോഡ് ആണെങ്കിൽ അപ്പോൾ തന്നെ ആ ഒരു QR കോഡിൻ്റെ മുകളിൽ ലൈവായിട്ട് ആ ഒരു QR കോഡുള്ള ലിങ്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ എല്ലാം വളരെ ഫാസ്റ്റായിട്ട് തന്നെ നടക്കും. പക്ഷേ നെറ്റ് വേണം എന്നാൽ മാത്രം നടക്കത്തുള്ളൂ. വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുക, ഏത് വേണമെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു ഓപ്ഷൻ നേരെ പോകുന്നത് ഗൂഗിളിലേക്ക് ആയിരിക്കും. നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, കാര്യങ്ങളൊക്കെ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ജസ്റ്റ് നിങ്ങൾക്കൊരു ഫോട്ടോയിൽ നിന്ന് പോലും സ്കാൻ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിപ്പോൾ ഒരു ബ്രോഷർ കിട്ടി, ആ ഒരു ബ്രോഷറിൻ്റെ മൂലയ്ക്കുള്ള ഒരു ഫോട്ടോ മാത്രം നമുക്ക് മതി. ആ ഒരു ഫോട്ടോ മാത്രം മതിയെങ്കിൽ ആ ഒരു ഫോട്ടോ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഗൂഗിൾ ആ ഒരു ഫോട്ടോ സ്കാൻ ചെയ്തിട്ട് ആ ഒരു ഫോട്ടോ പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഗൂഗിളിൽ ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ ഉറപ്പായിട്ടും ഉണ്ടാവാതിരിക്കാൻ വഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താഴെ ഇങ്ങനെ കാണിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ജസ്റ്റ് ഒരു സെർച്ച് ബട്ടൺ മാത്രമല്ല, റൈറ്റ് സൈഡിലേക്ക് കുറേ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് കുറേ ഫീച്ചേഴ്സും കാണാനായിട്ട് സാധിക്കും.
നിങ്ങൾ റൈറ്റിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഏറ്റവും അടിയിലുള്ള കുറേ ഫീച്ചേഴ്സിന് റൈറ്റിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം കാണുന്ന ഹോം വർക്ക് എന്ന് പറഞ്ഞ ഫീച്ചർ ആയിരിക്കും. ഹോം വർക്ക് എന്ന ഫീച്ചർ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു ഹോം വർക്ക് ക്വസ്റ്റ്യൻ്റെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഗൂഗിൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അത് എപ്പോഴും ആക്യുറേറ്റ് ആയിട്ട് വർക്കാവുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഗൂഗിൾ ലെൻസ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യുന്ന സംവിധാനം വെച്ച് നമുക്ക് അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഗൂഗിളിന് തന്നെ സോക്രറ്റിക് അങ്ങനെ ഉണ്ട് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട് ഇതുപോലെ തന്നെ ഹോം വർക്കുകളെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ ആ ഒരു സംവിധാനം തന്നെ ആയിരിക്കണം ഗൂഗിൾ ലെൻസിലും ഉപയോഗിച്ചിരിക്കുക. അപ്പോൾ ആ ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കാം. ആ ഒരു ഫോട്ടോ മാത്സ് ആയാലും എന്ത് ക്വസ്റ്റ്യൻസ് ആയാലും മിക്കവാറും അതിനുള്ള ആൻസർ ഈ ഒരു ഗൂഗിൾ ലെൻസ് ഈ ഒരു ഫീച്ചറിൽ പ്രത്യേകമായിട്ട് ഹോം വർക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ടാബിൽ നമുക്ക് കണ്ടുപിടിച്ച് തരും. അപ്പോൾ ഹോം വർക്കൊക്കെ പെട്ടെന്ന് ചെയ്യേണ്ടവർക്ക് ഈ ഒരു ഗൂഗിൾ ലെൻസിൽ ഈ ഒരു ഫീച്ചർ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ റൈറ്റിലേക്ക് 2 തവണ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഷോപ്പിംഗ് എന്ന് പറഞ്ഞ സംഭവമാണ്. അപ്പോൾ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് ആ ഒരു സംഭവം മേടിക്കാനായിട്ട് ഉള്ള സംവിധാനങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ കാണുന്നത്. അവിടെ നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ ബാർ കോഡ് കാര്യങ്ങളെല്ലാം ഈ ഒരു ഷോപ്പിങ്ങിൻ്റെ സെക്ഷനാണ് വരുന്നത്. നമ്മുടെ മെയിൻ സെർച്ച് ബട്ടണിൽ സെർച്ച് ചെയ്താലും മതി. എന്നാലും മെയിനായിട്ട് ഷോപ്പിങ്ങിൻ്റെ ഡീറ്റെയിൽസ് മാത്രമാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഈ ഒരു ഷോപ്പിങ്ങിൻ്റെ സെക്ഷൻ എടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് എവിടെയൊക്കെ അവൈലബിൾ ആണ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഗൂഗിളിൽ നിന്നും നമുക്ക് ഒരു ഗൂഗിൾ ലെൻസ് സെർച്ച് ചെയ്ത് തരും. അങ്ങനെയാണ് ഷോപ്പിംഗ് വർക്കാവുന്ന. ബാർകോഡൊക്കെ നിങ്ങൾക്ക് ഇവിടെ സ്കാൻ ചെയ്യാനായിട്ട് സാധിക്കും. ഏതൊരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇവിടെ സ്കാൻ ചെയ്യാനായിട്ട് സാധിക്കും. സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഫോട്ടോയിൽ കാണുന്ന അതേ പ്രൊഡക്റ്റ് നമുക്ക് ഇവിടെ ഗൂഗിളിലും നമുക്ക് സെർച്ച് റിസൾട്ടായിട്ട് കിട്ടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷൻ നമുക്ക് വർക്കാവുന്നത്. അപ്പോൾ റൈറ്റിലേക്ക് 3 തവണ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഓപ്ഷനാണ് പ്ലേസസ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ലൊക്കേഷൻ എനേബിൾ ആക്കണം. നമ്മുടെ ഫോണിൽ ലൊക്കേഷൻ എനേബിൾ ആക്കിയതിന് ശേഷം നമുക്ക് ഏതൊരു സ്ഥലത്തിൻ്റെയും ഫോട്ടോ എടുക്കാം. അതൊരു വലിയ ബിൽഡിംഗ് ആയിക്കോട്ടെ, വലിയ സ്ഥലമായിക്കോട്ടെ, വലിയൊരു എന്തെങ്കിലും നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ, നമുക്ക് ആ സ്ഥലത്തിനെ പറ്റി അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്തിൻ്റെ ഫോട്ടോ എടുക്കുക. ആ ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ തന്നെ ഗൂഗിൾ ലെൻസ് നമുക്ക് കാണിച്ചു തരും അത് ഏതാണ് സ്ഥലം എന്നുള്ളതും ആ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഗൂഗിളിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെച്ചമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ മെച്ചമുള്ള ഫോട്ടോ ആണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നന്നായിട്ട് വർക്കായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാക്റ്റ് ഡീറ്റെയിൽസ് ആക്യുറേറ്റ് ആയിട്ട് തന്നെ കിട്ടും. പക്ഷേ എനിക്കത് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ എടുക്കുന്നതിൻ്റെ അനുസരിച്ചും അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിൻ്റെ അനുസരിച്ചും വല്ല പട്ടിക്കാട്ടിലേക്കാണെങ്കിൽ കിട്ടുമോയെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. അപ്പോൾ എന്തൊക്കെയായാലും പ്ലേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഗൂഗിൾ ലെൻസിലുണ്ട്. മിക്കവാറും തന്നെ നമുക്ക് ആ ഒരു സംവിധാനത്തെ പറ്റി, ആ ഒരു സ്ഥലത്തെ പറ്റി, ആ ഒരു ബിൽഡിങ്ങിനെ പറ്റി എന്തായാലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടേണ്ടതാണ്. അപ്പോൾ റൈറ്റിലേക്ക് നമുക്ക് ഒന്നും കൂടെ സ്വൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് റൈറ്റ് സൈഡിലേക്ക് സെർച്ച് ബട്ടണിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് 4 തവണ സ്വൈപ്പ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യേക സെക്ഷനാണ് ഡൈനിങ് എന്ന് പറയുന്നത്. നമുക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു ഫുഡോ കാര്യങ്ങളോ ഒക്കെ പ്രത്യേകമായിട്ട് നമുക്ക് ഇങ്ങനെ എന്താണ് ഫുഡ് എന്ന് അറിയത്തില്ല, ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുക, ഗൂഗിൾ ലെൻസ് സ്കാൻ ചെയ്യുക, സംഭവം കിട്ടും. അല്ലെങ്കിൽ നമുക്കൊരു ഫുഡിൻ്റെ മെനു കിട്ടി. മെനു കിട്ടി കഴിഞ്ഞപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണെന്ന് അറിയത്തില്ലെങ്കിൽ ആ ഒരു മെനുവിൻ്റെ ഫോട്ടോ എടുക്കുക. ആദ്യം നമുക്ക് ഡൈനിങ് എന്ന് പറഞ്ഞ ഈ ഒരു സെക്ഷനിലേക്ക് വരിക. വന്നതിന് ശേഷം ഈ ഒരു ഡൈനിങ് മെനുവിൻ്റെ ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്തിട്ട് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു മെനുവിലുള്ള സംവിധാനങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഗൂഗിൾ തന്നെ കാണിച്ചു തരും. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രത്യേക ഫുഡിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഗൂഗിളിൽ ഒരു ഡൈനിങ് എന്ന് പറഞ്ഞ സെക്ഷൻ നമുക്ക് കാണിച്ചു തരും. അതിന് വേണ്ടിയിട്ടാണ് ഗൂഗിളിൽ ഡൈനിങ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ തന്നെ നമുക്ക് ലെൻസിൽ അവൈലബിൾ ആയിട്ട് ഉള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു റൈറ്റ് സൈഡിലേക്കാളും കുറച്ചും കൂടെ നമുക്ക് ഒരുപാട് ഗൂഗിൾ ലെൻസിൽ ഉപയോഗപ്രദമാക്കാൻ പറ്റുന്ന ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയുമ്പോഴാണ്. സെർച്ച് ബട്ടൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു തവണ സ്വൈപ്പ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഫീച്ചറാണ് ടെക്സ്റ്റ് എന്ന് പറയും. അവിടെ ടെക്സ്റ്റ് എന്നുള്ളത് നമുക്ക് ടെക്സ്റ്റ് കോപ്പി ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഇപ്പോൾ ഒരു മെയിൽ ID കിട്ടി, നമുക്ക് ഒരു ഫോട്ടോ കിട്ടി, ആ ഒരു ബ്രോഷറാണ് അല്ലെങ്കിൽ പോസ്റ്ററാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവമാണ്, അതിനകത്ത് ഒരു 2-3 മെയിൽ ഐഡികളും ഫോട്ടോ നമ്പറുകളൊക്കെ ഉണ്ട്. നമുക്കത് അവിടെ നോക്കി ടൈപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ വലിയ കഷ്ടപ്പാടാണ്, മടിയാണ് എന്നുള്ളവർ ഗൂഗിൾ ലെൻസ് എടുക്കുക. ഗൂഗിൾ ലെൻസ് എടുത്തതിന് ശേഷം ഈ ഒരു ഫോട്ടോ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് വരിക. ടെക്സ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ നമുക്ക് ഏതൊരു ടെക്സ്റ്റും നമുക്ക് പ്രത്യേകമായിട്ട് കോപ്പി ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ആ ഒരു മെയിൽ മാത്രമായിട്ട് കോപ്പി ചെയ്യാം. ഫോട്ടോ കറക്റ്റ് ആയിരിക്കണം, അല്ലാതെ ബ്ലർ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. നല്ല ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്തതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ആ ബ്രോഷർ നേരിട്ട് തന്നെ സ്കാൻ ചെയ്താലും മതി. സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമുക്ക് എന്താ പറയുക, ആ ഒരു മെയിൽ മാത്രമായിട്ട് കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ഫോൺ നമ്പർ മാത്രമായിട്ട് കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് മാത്രമായിട്ട് കോപ്പി ചെയ്യാം. നമുക്ക് ആ ഒരു സംവിധാനത്തിൽ നിന്ന് ഇഷ്ടമുള്ള അത്രയും ടെക്സ്റ്റ് നമുക്ക് കോപ്പി ചെയ്യാം. ആ ഒരു ടെക്സ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് നമുക്കറിയാമല്ലോ, അതാണല്ലോ എളുപ്പം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഗൂഗിൾ ലെൻസ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഫീച്ചർ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഉള്ളതാണ് ലെഫ്റ്റ് സൈഡിലേക്ക് നിങ്ങൾ രണ്ടാമത് ഒന്നും കൂടെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സെക്ഷനാണ് ട്രാൻസ്ലേറ്റ് എന്ന് പറയും. അപ്പോൾ ഇത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് നമുക്ക് ഈ ഒരു ഗൂഗിൾ ലെൻസിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇത് കുറച്ചും കൂടെ നല്ല രീതിക്കാണ്. കാരണം ഗൂഗിൾ ലെൻസ് നമ്മളിപ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കണം, നമുക്കൊരു ഫോട്ടോ എടുത്ത് കൊടുത്താലും ഗൂഗിൾ ട്രാൻസ്ലേറ്റ് കിട്ടത്തില്ല. പക്ഷേ ഗൂഗിൾ ലെൻസിലെ ഈ ഒരു ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞ ഫീച്ചറിൽ നമുക്ക് ജസ്റ്റ് നമുക്ക് പുസ്തകങ്ങളൊക്കെ നമുക്ക് പഠിക്കുമ്പോൾ മിക്കവാറും ഇപ്പോൾ ടെക്സ്റ്റ് എല്ലാം തന്നെ ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ചില പുസ്തകങ്ങൾ അല്ലെങ്കിൽ ചില സബ്ജക്റ്റിനൊക്കെ ഇംഗ്ലീഷ് കട്ടി ഇംഗ്ലീഷ് ആയിരിക്കും, കാരണം നമുക്ക് ഒന്നും മനസ്സിലാവാത്ത ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ ഒരു ഫോട്ടോ ലൈവായിട്ട് സ്കാൻ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ
നമുക്ക് ആ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്ക് അവർ സ്കാൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ലൈവായിട്ട് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ എടുക്കുമ്പോൾ തന്നെ ഏറ്റവും മുകളിൽ നമുക്ക് കാണിക്കും ഡിക്റ്റേറ്റ് ലാംഗ്വേജ് ടു ഇന്ന ലാംഗ്വേജ്. അല്ലെങ്കിൽ നമുക്ക് മാറ്റിയിടാം ഏത് ലാംഗ്വേജിൽ നിന്ന് ഏത് ലാംഗ്വേജിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ആദ്യം തന്നെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഡിക്റ്റേറ്റ് ലാംഗ്വേജ് ടു മലയാളം എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ഭാഷ ഏതാണെങ്കിൽ ഗൂഗിൾ തന്നെ കണ്ടുപിടിച്ചിട്ട് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. നമ്മൾ ഇംഗ്ലീഷ് ടു മലയാളമാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ ഒരു പേജിലുള്ള ഇംഗ്ലീഷ് വാക്കുകളെല്ലാം തന്നെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ആവും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏകദേശം കൃത്യമായിട്ട് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ട്രാൻസ്ലേഷൻ കിട്ടത്തില്ല. നമുക്കറിയാം ഗൂഗിൾ ട്രാൻസ്ലേറ്റിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് നമ്മുടെ മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ഒരു ഓർഡർ വ്യത്യാസമുണ്ട്, പറയുന്ന വാക്കിൻ്റെ ഓർഡർ വ്യത്യാസമുണ്ട്. സോ അത് മറ്റേ കർത്താവ് കർമ്മം ക്രിയ എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിലെ ഓർഡർ അല്ല, ഇംഗ്ലീഷിലെ ആ ഒരു ഓർഡർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോഴെങ്കിലും നമുക്ക് അല്ലെങ്കിൽ മിക്കവാറും തന്നെ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ കടികട്ടി ഇംഗ്ലീഷ് ഒന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഏകദേശം നമുക്ക് ആ വാക്കിൻ്റെ ഒരു അർത്ഥങ്ങളും എന്താണ് സംഭവം ഉദ്ദേശിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. ആ ഒരു ടെക്സ്റ്റിൻ്റെ ഫോട്ടോ എടുക്കണമെന്നില്ല, ജസ്റ്റ് ആ ഒരു ഫോൺ എൻ്റെ ഫ്രണ്ടിലേക്ക് വിടുക, എന്നിട്ട് ഇങ്ങനെ സ്കാൻ ഇങ്ങനെ ഓണാക്കി വയ്ക്കാം. അപ്പോൾ ലൈവായിട്ട് ആ ഒരു ഫോണിൽ നിങ്ങൾക്ക് ആ ഒരു ഇംഗ്ലീഷ് ടെക്സ്റ്റ് മലയാളത്തിലേക്ക് സ്കാൻ ആവുന്നത് കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് സ്കാൻ ആവുന്ന മാത്രമല്ല ആ ഒരു ടെക്സ്റ്റ് വായിക്കാനായിട്ടും സാധിക്കും എന്നുള്ളതാണ്. ആ ഒരു ടെക്സ്റ്റ് നമുക്ക് ഗൂഗിൾ ലെൻസ് തന്നെ വായിച്ചു തരും എന്നുള്ളതാണ് പ്രത്യേക ഒരു എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഒരു ടെക്സ്റ്റ് വായിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ മുമ്പേ ഞാൻ പറഞ്ഞ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഫീച്ചറിൽ പോയിട്ട് ആ ഫോട്ടോ എടുത്തതിന് ശേഷം ലിസൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് മൊത്തം കേൾക്കാനായിട്ട് സാധിക്കും. ഗൂഗിൾ ലെൻസ് തന്നെ പറഞ്ഞു തരും. ഇനി ട്രാൻസ്ലേറ്റ് ചെയ്തത് പറഞ്ഞു തരണമെങ്കിൽ ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് പോവുക, ഫോട്ടോ എടുക്കുക, ട്രാൻസ്ലേറ്റ് ചെയ്യാം, ചെയ്തതിന് ശേഷം ലിസൺ കൊടുക്കുക. ആ ഒരു ടെക്സ്റ്റ് മലയാളത്തിൽ ഗൂഗിൾ അസിസ്റ്റൻസ് തന്നെ നമുക്ക് വായിച്ചു തരും, ഗൂഗിൾ തന്നെ വായിച്ചു തരും. അപ്പോൾ അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു ട്രാൻസ്ലേറ്റിനകത്ത് നിന്ന് കിട്ടും. ഏതൊരു ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്യാം, അത് കേൾക്കാനായിട്ട് സാധിക്കും. അതുപോലെ പ്രത്യേകമായിട്ട് എന്തെങ്കിലും കോപ്പി ചെയ്യണമെങ്കിൽ അങ്ങനെ കോപ്പി ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ തരം ഫീച്ചേഴ്സും ഈ ഒരു ഗൂഗിൾ ലെൻസിനകത്തുണ്ട്. അപ്പോൾ നമുക്കറിയാത്ത ഏതൊരു കാര്യവും ഒരു ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് സ്കാൻ ചെയ്ത് ഗൂഗിളിൽ സെർച്ച് പോകാനും ആ ഒരു ഫോട്ടോ ട്രാൻസ്ലേറ്റ് ചെയ്യാനും ടെക്സ്റ്റ് കോപ്പി ചെയ്യാനും എല്ലാത്തിനും ഉപയോഗിക്കപ്പെടുന്ന എന്തിനും ഏതിനും ഉപയോഗിക്കാവുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്, അടിപൊളി ഒരു സർവീസാണ് ഗൂഗിളിൻ്റെ ഗൂഗിൾ ലെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫീച്ചർ എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ചിലർക്കൊക്കെ നന്നായിട്ട് അറിയത്തില്ലായിരിക്കും ഒരു ഗൂഗിൾ ലെൻസിൻ്റെ ഉപയോഗത്തെ പറ്റി. അപ്പോൾ ഇതാണ് ഗൂഗിൾ ലെൻസ്. ഒരുപാട് ഉപയോഗങ്ങളുള്ള വലിയൊരു സംവിധാനം തന്നെയാണ് ഇത് ഗൂഗിൾ ലെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് നമുക്ക് പറയാൻ വേണ്ടിയുള്ളത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോൾ ചെറിയ പ്രശ്നം കൂടെ ഉണ്ട്, എങ്ങനെയാണ് ഇത് കൃത്യമായിട്ട് എടുക്കേണ്ടതെന്നോ എങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഈ ഒരു ഫോണിലേക്ക് സിമ്പിളായിട്ട് എടുക്കേണ്ടതെന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയത്തില്ല. ഇപ്പോൾ വരുന്ന മിക്കവാറും എല്ലാ ഫോണിലും തന്നെ ഗൂഗിൾ ലെൻസ് സ്റ്റോക്കായിട്ട് ആ ഒരു ഫോണിൽ തന്നെ ഉണ്ടാവും. എന്നാൽ പല ഫോണുകളിലും ആപ്ലിക്കേഷനായിട്ട് ഉണ്ടാകത്തില്ല. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷനായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൽ നമുക്ക് ഈ ഒരു സാധനത്തിൻ്റെ ആവശ്യമില്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ലെൻസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഫോണിൽ ഗൂഗിൾ ലെൻസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതിനുമുള്ള എളുപ്പത്തിലുള്ളൊരു സംവിധാനം എന്ന് പറയുന്നത് നമുക്ക് ഗൂഗിളിൻ്റെ വിഡ്ജറ്റ് നമുക്കറിയാം. അതായത് ഗൂഗിളിൽ നിന്ന് എഴുതിയ ഒരു സെർച്ച് ബാർ നമ്മുടെ ഹോം പേജിൽ മിക്ക ഫോണിലും തന്നെ മേടിക്കുമ്പോൾ തന്നെ ഉണ്ടാവും. ഗൂഗിളിൻ്റെ ലോഗോ ഉണ്ടാവും. ഏറ്റവും ഇങ്ങനത്തെ ഒരു ഓഡിയോയുടെ നമ്മുടെ റെക്കോർഡ് ചെയ്യുന്നതിനൊരു സിമ്പിൾ ഉണ്ടാവും. അതിൻ്റെ തൊട്ടടുത്ത് ഒരു റെക്റ്റാങ്കിൾ ഒരു സിമ്പിൾ ഉണ്ടാവും. ആ ഒരു സിമ്പിൾ എന്ന് പറയുന്നത് ഗൂഗിൾ ലെൻസാണ്. ആ ഒരു ഗൂഗിളിൻ്റെ സെർച്ച് ബാറിൻ്റെ ഏറ്റവും ഇങ്ങനത്തെ ഏറ്റവും പുതിയ ഫീച്ചറായിട്ട് തന്നെ വന്നിരിക്കുന്നതാണ്. ആ ഒരു ഏറ്റവും ഇങ്ങനത്തെ ഗൂഗിൾ ലെൻസിൻ്റെ ഒരു ചെറിയൊരു ഐക്കൺ ഉണ്ടാകും. ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് നിങ്ങൾ ഗൂഗിൾ ലെൻസിലേക്കായിരിക്കും ഓപ്പൺ ആവുന്നത്. അപ്പോൾ ആ ഒരു ഗൂഗിളിൻ്റെ ആ ഒരു സെർച്ച് ബാർ ഹോം പേജിൽ ഇല്ലാത്തവർക്ക് ഫോണിൻ്റെ വിഡ്ജറ്റിൻ്റെ സെക്ഷനിൽ പോയിട്ട് അല്ലെങ്കിൽ ഹോം പേജിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിഡ്ജറ്റ് എന്ന് പറയുന്ന സെക്ഷൻ വരും. ആ ഒരു വിഡ്ജറ്റ് സെക്ഷനിൽ പോയിട്ട് ഈ ഗൂഗിളിൻ്റെ ഈ ഒരു വിഡ്ജറ്റ് ഹോം പേജിലേക്ക് ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗൂഗിൾ ലെൻസും അതിനകത്ത് തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ടും സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഗൂഗിൾ ലെൻസിൻ്റെ പലവിധ അടിപൊളി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഗൂഗിൾ ലെൻസ് ഇത് നമ്മുടെ ഫോണിലേക്ക് എടുക്കുന്നു. അപ്പോൾ വളരെ സിമ്പിളാണ്. എല്ലാവരും ഗൂഗിൾ ലെൻസ് യൂസ് ചെയ്ത് നോക്കാം. എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്നും വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ആകാതിരിക്കാൻ വഴിയില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ആക്കി വെക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് തിരിച്ചു വരാം. അതുവരേക്കും ബൈ.